പിന്നെ നല്ലത് കല്യാണം ഞാൻ കൊണ്ടുപോകണ്ടേ ഇങ്ങനെ കൊണ്ടുപോവാ. അമ്മ പോയിട്ട് ചായ ഇട്ട് നല്ല ചായ വെക്കാം. അമ്മ ചായ വെച്ചാൽ രുചിയേ ഉള്ളൂ. എത്ര പ്രാവശ്യം പറഞ്ഞു വാ അമ്മ. വരാം. വാ അയ്യോ വാ. വരാം വരാം. ഓഫീസിലാണെങ്കിൽ ഫുള്ള് ബിസിയായിരുന്നു. ഒരു മിനിറ്റ് ഉച്ചയ്ക്ക് പോലും ഒരു വിശ്രമം കിട്ടിയില്ല. നിന്റെ ഫ്രണ്ട്സ് ആരും വന്നില്ലേ? പല സമയത്ത് 5:30 ക്ലബിലാ. എനിക്ക് സമാധാനമാണ്. കളിക്കാൻ മാത്രമില്ല. 2 വലിയ ഈ 1 മാസം കൂടി ഉണ്ട്. അതന്നെ 1 മാസം ഉണ്ട്. ഓ ഇനി എന്തേലും പണിയുണ്ടാകുമ്പോ പഴയ പണിയുണ്ട്, എല്ലാം ചെയ്യണം ഇനി. അയ്യോ സമയം ഇന്ന് വൈകി പോയല്ലോ. എന്റെ ദൈവം പണി എന്തേലും ഓഫീസിൽ പോകണ്ടേ രാവിലെ തന്നെ. ഇന്ന് നേരത്തെ ചെല്ലേണ്ട ദിവസവും അതെ. അയ്യോ എനിക്ക് രാവിലെ പോണ ചായ ഒന്ന് കുടിച്ചേ വാ. സൂപ്പർ ചായ. നേരത്തെ പോണ്ട ദിവസം കേട്ടോ സിജോ. എന്തെങ്കിലും ഒന്ന് പണിയിൽ സഹായിക്കോട്ടെ ചെയ്യണം രാവിലെ. പണി എന്നായി? രാവിലെ മടുത്ത് ഞാന്. ഇതെന്താ ഒരു വഴിയ? ഇതിങ്ങനെ പോയി ശരിയാവില്ല. ഞാൻ വൈകുന്നേരം വന്ന് എല്ലാ പണിയും 1 മണിക്കൂർ കുറച്ചിട്ട് പണി ചെയ്യാൻ പറ്റില്ല. ഇത്രയൊരു പരിഹാരം ഞാൻ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കണ്ടുപിടിച്ചിരിക്കും. അല്ല ശരിയാവില്ല. എന്നാ ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ കേട്ടോ ഓഫീസിൽ പോവാന്. അമ്മ വരുന്നുണ്ട്. അമ്മ വന്നല്ലോ. അമ്മേ എന്ത് പറ്റി അമ്മേ? തീരെ വയ്യ. അതെന്ത് പറ്റി? കുറച്ച് നാരനോടാ കൊച്ചേ, നമ്മുടെ ഈ പണിയല്ലേ നമ്മുടെ പോലെ കായലോ. അമ്മക്കിപ്പോ വയ്യാനിപ്പോ അമ്മ കണക്കുവാ. അല്ല നീ ചെയ്തിട്ട് വാ, നമുക്ക് പെട്ടെന്ന് പണിയിൽ ചെയ്ത് തീർക്കാം. എല്ലാം നമ്മളെ തൊണ്ടൊക്കെ തന്നെ ആയി. ആശേ
ജോലിക്ക് വേണ്ട എഴുതേക്കുന്നില്ലേ? തന്നെ എഴുതേക്കാത്ത ഇത് കഞ്ഞിയൊന്നും വെച്ചില്ല, ചായ ഒന്നും ആക്കിയില്ല. ഭയങ്കര ക്ഷീണം, കുറച്ച് വെള്ളം വേണം ചെയ്യാൻ. ഞാൻ ചായ ഒന്നും വെക്കാണെന്നേ. എനിക്ക് വയ്യ, ഭയങ്കര ക്ഷീണം, കുറച്ച് വെള്ളം വേണം. വെള്ളം ഒടിച്ച് വെള്ളം എടുത്ത് വെച്ച് ചെയ്യാം. വെള്ളം എന്താ ഞാൻ ചോറും കറിയെല്ലാം വെച്ച് മടുത്തു. നിങ്ങൾ ഒരു ദിവസം വെച്ചപ്പോഴത്തേനും മടുത്തോ? അപ്പൊ ഈ ഓഫീസിലെയും വീട്ടിലെ എല്ലാ പണിയും ചെയ്യുന്ന എനിക്കും മടുപ്പൊന്നും ഇല്ലേ? ഇത്ര കാര്യം ചെയ്യാം, ഞാൻ നിന്നെ സഹായിക്കാം. സ്വന്തം അനുഭവം വന്നു കഴിയുമ്പോഴാണ് ഇതൊക്കെ ഓരോരുത്തരും മനസ്സിലാവുന്നത് ബുദ്ധിമുട്ട് എന്താന്ന്. എല്ലാരും പറയും അടുക്കളപ്പണി എളുപ്പമാണ്. ഇപ്പൊ ഓരോരുത്തരും ചെയ്ത് കഴിയുമ്പോഴല്ലേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി മുതൽ നമ്മൾ രണ്ടുപേരും കൂടെയാണ് വീട്ടിൽ പണി ചെയ്ത് തീർക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്നാൽ ഏതായാലും എനിക്ക് സന്തോഷം. ഇപ്പഴേ മനസ്സിലായല്ലോ.